ഇസ്രായേലിൽ നിന്നും സജി മാമ്പള്ളി അദ്ദേഹം നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീ സജി മാമ്പള്ളി, നമുക്കറിയാം യമനിലേക്കും അതുപോലെ തന്നെ ഖത്തറിലേക്ക് ആക്രമണം നടത്തി, യമനിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു എസ്കലേഷനിലേക്ക് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുന്ന വിവരങ്ങൾ? ഹായ്, നമസ്കാരം. നിലവിൽ നമുക്ക് ഇവിടുത്തെ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിലൊരു എസ്കലേഷൻ, അതായത് ഒരു യുദ്ധത്തിന്റെ ഒരു ഭീതി നിലവിലില്ല. കാരണം ഇതിപ്പോ നമുക്കറിയാം, ഇവിടുത്തെ ഒരു റെഗുലർ ആക്ടിവിറ്റി പോലെയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന ഒരു ഒക്ടോബർ 7-ന് 2021 ഒക്ടോബർ 7-ന് ഇസ്രായേൽ ആക്രമിച്ച് എത്രയോ ആളുകളെ ബന്ദിയാക്കി കൊണ്ടുപോയതിന്റെയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഹമാസ്, അത് തീവ്രവാദികളെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ നമുക്കറിയാം, റീസെന്റ് കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ഒരു 72-80 മണിക്കൂറിനുള്ളിൽ ഏകദേശം 6 രാഷ്ട്രങ്ങളെ ആക്രമിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാർത്തകൾ കാണാറുണ്ട്. പക്ഷേ അതിന്റെ ശരിക്കുമുള്ള നിജസ്ഥിതി എന്ന് പറയുന്നത് 6 രാഷ്ട്രങ്ങളെയല്ല, മറിച്ച് ഭീകരർ എവിടെയാണോ, അല്ലെങ്കിൽ ഹമാസ് എന്ന തീവ്രവാദികൾ എവിടെയാണോ, ഹമാസിനെ ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ ഹൂത്തികളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അതിന്റെ പിറകിൽ. അതായത് ഒരു പ്രത്യേക രാഷ്ട്രത്തെ ആക്രമിക്കുക എന്നുള്ളതല്ല. ഇപ്പൊ നമുക്കറിയാം, ഖത്തറിൽ കഴിഞ്ഞ ദിവസം ആക്രമണം 8-ാം തീയതി ആക്രമിച്ചു. ഏകദേശം 10ഓളം പേര് കൊല്ലപ്പെട്ടതായിട്ട് നമുക്ക് അറിവുണ്ട്. പക്ഷെ അത് ഖത്തർ എന്ന രാജ്യത്തിന് എതിരെ നടക്കുന്ന ഒരു ആക്രമണമായിട്ടല്ല കണക്കാക്കേണ്ടത്. മറിച്ച് ഇസ്രായേലിനെതിരെ നിരന്തരം പോരാടി ഇസ്രായേലിന്റെ സ്വൈര്യത നശിപ്പിക്കുന്ന, ഇസ്രായേലിന്റെ സിറ്റിസൺസിനെ തട്ടിക്കൊണ്ടുപോയി അവരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന, എപ്പോഴും ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിനുള്ളിൽ അശാന്തി പടർത്താൻ ശ്രമിക്കുന്ന ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ തീവ്രവാദികൾ ഇല്ലാണ്ടാക്കുക, സമാധാനം തിരിച്ചു കൊണ്ടുവരിക. നിലവിലുള്ള ഹോസ്റ്റേജസ്, ഏകദേശം 48ഓളം ഹോസ്റ്റേജസ് 2023 ഒക്ടോബർ 7 മുതൽ ഹമാസിന്റെ പിടിയിലുണ്ട്, ഗാസയിലുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരിക. അതാണ് പ്രധാനമായിട്ടുള്ള ആക്രമണങ്ങൾക്കെല്ലാം ലക്ഷ്യമാക്കപ്പെടുന്നത്. നമ്മൾ കാണുന്നത് പോലെ വെറും ഒരു യുദ്ധം കാണുന്ന രാഷ്ട്രങ്ങളെല്ലാം എടുത്ത് ആക്രമിക്കുന്നതല്ല. ഇപ്പൊ നമുക്ക് ഗാസയുടെ തന്നെ സ്ഥിതി എടുത്താൽ നമുക്കറിയാം, ഗാസയിലെ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടന, ഗാസയുടെ റിഹാബിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘടനയ്ക്ക് ഏകദേശം 700 മില്യൺ ഷെക്കൽ, ഏകദേശം $280 മില്യൺ ആണ് ഇസ്രായേൽ ഈ മെയ് 1-ാം തീയതി മുതൽ ഇതുവരെയായിട്ടുള്ള സഹായം എത്തിച്ചത്. ഏകദേശം 1000ഓളം ട്രക്കുകളുടെ സഹായം, 1000ഓളം ട്രക്കുകൾ സാധനങ്ങൾ, 80% വരുന്ന ഭക്ഷ്യധാന്യങ്ങൾ, അതിൽ 20% വരുന്ന മരുന്ന്, ഏകദേശം 5000 ടണ്ണോളം വരുന്ന ബേബി ഫുഡ് ആൻഡ് 2500 ടണ്ണോളം വരുന്ന മറ്റ് സാധനങ്ങൾ, മെഡിക്കൽ സപ്ലൈസ് മുതലായ സാധനങ്ങളെല്ലാം ഇസ്രായേൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്കതിനെ ഒരു രാഷ്ട്രത്തോടുള്ള ആക്രമണമായിട്ടോ അല്ലെങ്കിൽ മറ്റ് എല്ലാ രാഷ്ട്രങ്ങളെ ആക്രമിക്കുന്നതായിട്ടോ നമുക്ക് കാണാൻ പറ്റില്ല. അതിന്റെ സത്യാവസ്ഥ അറിയാത്തതുകൊണ്ട് പലപ്പോഴും പല ആളുകൾ സംസാരിക്കുന്നത് ഇസ്രായേൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നു, ഇസ്രായേൽ മറ്റു രാഷ്ട്രങ്ങളെ ആക്രമിക്കുന്നു, ലോകരാഷ്ട്രങ്ങൾ അപലപിക്കുന്നു, മീൻസ് സാധാരണക്കാരായ ആളുകളെ കൊന്നെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അതിന് പിന്നിൽ നമ്മൾ കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇസ്രായേലിനെതിരെ നടക്കുന്ന ഭീകരാക്രമണത്തിൽ ഏകദേശം 2 വർഷം പിന്നിട്ടിട്ട് 25 2 വർഷത്തോളം കഴിഞ്ഞും ഇതുവരെയും ഇനിയും വിട്ടുകിട്ടാത്ത 48ഓളം ഹോസ്റ്റേജസ് നമുക്കറിയാം ഹമാസിന്റെ കൈവശമുണ്ട്. അതിൽ ഏകദേശം 28ഓളം പേര് കൊല്ലപ്പെട്ടു എന്നാണ് IDF കണക്കാക്കുന്നത്. അപ്പം അതാണ് നിലവിലുള്ള സാഹചര്യം. അല്ലാതെ നിലവിൽ പക്ഷെ നമുക്ക് അറിയാവുന്നിടത്തോളം ഒരു വിവരം വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെയൊക്കെ സ്ഥിതി വളരെ സാധാരണ നിലയിലാണ് പോകുന്നത്. ഇങ്ങോട്ടേക്കുള്ള വല്ലപ്പോഴൊക്കെ വരുന്ന മിസൈലുകളുണ്ട്, അത് തടയുന്നു. അത് ജീവിതം സാധാരണ നിലയിൽ പോകുന്നു. ആളുകൾ സാധാരണ ഒന്നും സംഭവിക്കാതെ തന്നെ പോകുന്നു. ഇസ്രായേലിന്റെ ജനജീവിതം സാധാരണ നിലയിലാണ്. ഇവിടുത്തെ ബാക്കി കാര്യങ്ങളെല്ലാം വളരെ നോർമൽസിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഖത്തറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഭീകരർക്ക് അഭയം നൽകുകയും അതേപോലെ തന്നെ ഇസ്രായേലുമായിട്ട് വെടിനിർത്തൽ ചർച്ചകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും ഇതിൽ നിന്നും ഖത്തറിന്റെ ഒരു ഇരട്ടത്താപ്പാണോ ശരിക്കും പുറലോകത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എനിക്ക് മനസ്സിലാക്കുന്നത്, കാരണം ഒരു ഖത്തറിന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നതിലുപരിയായിട്ട് നമുക്ക് അറബ് രാഷ്ട്രങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം തീവ്രവാദം എവിടെയാണോ നടത്തുന്നത്, തീവ്രവാദത്തിന് പ്രധാനമായിട്ട് ഫണ്ടിങ് നടത്തുന്നത് ഇപ്പൊ നമുക്ക് ഇറാൻ പോലുള്ള രാജ്യങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു അറബ് രാഷ്ട്രം എന്ന നിലയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ തീവ്രവാദികളെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത, അതായത് സംരക്ഷിക്കപ്പെടേണ്ട ഏതെങ്കിലും രീതിയിലുള്ള ഒരു സമ്മർദ്ദം അവരുടെ മേലുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, തീവ്രവാദികൾ ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഒരു തരത്തിൽ അമേരിക്ക നമ്മൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും മറ്റു രാജ്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോഴും മൗനം സമ്മതം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം തീവ്രവാദം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹമാസിന് അതിന്റെ എത്രത്തോളം, അല്ലെങ്കിൽ ഖത്തറത്തോളം അതിൻ്റെ അകത്ത് എന്താ പറയുന്നത്, അതിൻ്റെ അകത്ത് ഒരു മൗനസമ്മതത്തോടു കൂടിയാണോ നിൽക്കുന്നത് നമുക്കറിയില്ല. നമുക്കറിയാം, ഈ വാർത്തകളൊക്കെ നമ്മൾ വായിച്ചത് പ്രകാരമാണെങ്കിൽ ഏകദേശം ഹമാസിന്റെ അടുത്ത ഓപ്പറേഷൻ, അത് ഹമാസിന്റെ ഏറ്റവും മുന്തിയ ലീഡേഴ്സ്, അവരുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ഉന്നമിച്ചിട്ടുണ്ട്. ഹമാസ് ഒരിക്കലും ഖത്തർ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഉന്നമിച്ചിട്ടുണ്ടല്ല ഇസ്രായേൽ ആക്രമിച്ചിട്ടുള്ളത്. അതായത് അവിടെ ഒരു മീറ്റിംഗ്, അടുത്ത തീവ്രവാദമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇസ്രായേലിനെതിരായിട്ട് മീറ്റിംഗ് കൂടുന്ന സ്ഥലത്ത് നിന്ന്
അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നിട്ട് മാത്രമുള്ള ആക്രമണമാണ്, പ്രിസിഷൻ സ്ട്രൈക്കിംഗ് മാത്രമാണ്. നമുക്കറിയാം വേറെ എവിടെയും ഖത്തർ നൂറായിട്ട് വേറെ എവിടെയും ആക്രമണം അഴിച്ചുവിട്ടായിട്ട് നമുക്കറിയില്ല, നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ഒരു സ്പെസിഫിക് ടാർഗറ്റ് പ്ലാൻ ചെയ്ത് അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ, അതിൻ്റെ അകത്ത് ആക്രമിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു വേണം നമ്മൾ മനസ്സിലാക്കാൻ. സാധാരണ ആളുകൾ പറയുന്നത് ലോകത്തെ എല്ലാ ആളുകളെയും തുടച്ചു നിൽക്കുന്ന രീതിയിൽ ഇസ്രായേൽ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ നിരായുധരെ കൊന്നെടുക്കുന്നു, അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളെ കൊന്നെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഭീകരത എത്രമാത്രം ആഴത്തിൽ വേരോടിയിരിക്കുന്നു, അതിനെ എത്രമാത്രം മറ്റു രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, അതിന് എത്രമാത്രം മറ്റു രാജ്യങ്ങൾ ഫണ്ടിങ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിലെ ജനതയെ മാത്രം ഇത്രമേൽ ആഴത്തിൽ ആക്രമിക്കുന്നത്, ഇത്രമേൽ ഇല്ലാതാക്കാൻ ശ്രമിക്കും, ഇത്രമാത്രം വിരോധം എന്തുകൊണ്ടാണ്? അതിന് നമ്മൾ ആരും ചിന്തിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടൊരു സത്യം. വളരെ നന്ദി, ഞങ്ങളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതിന് ഒരുപാട് നന്ദി. സജി മാമ്പള്ളി അദ്ദേഹമാണ് ഇസ്രായേലിൽ നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിച്ചത്. വളരെ നന്ദി.